ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും എന്ന ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഗോഡകൾ. ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗക്കാരാണ് നഗോഡകൾ. ബംഗാളിൽ നികുതി പിരിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഇടനിലക്കാരാണ് ജമീന്ദാർമാർ. പണം പലിശയ്ക്ക് കൊടുത്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര് സാഹുക്കാർ. ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് പരുത്തി, ചണം, നീലം എന്നിവ. 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട മാപ്പിള കലാപത്തിന് നേതൃത്വം നൽകിയത് പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരാണ്. 19ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്ന കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ട ഗോത്ര വിഭാഗങ്ങളാണ് മറാത്തയിലെ ഫീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സന്താൾമാർ, വയനാടിലെ കുറിച്യർ. സന്താൾ കലാപം കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സന്താൾ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സന്താൾ കലാപം. സന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്ന പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ ബംഗാളിൽ. കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധു കാൻഹു. സന്താൾ കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെൻ്ററി ആസ്പെക്ട്സ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ച വ്യക്തിയാണ് രണജിത് ഗുഹ. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് അത് പ്രദേശം, വ്യക്തികൾ എന്ന ഓർഡറിലാണ്. ഔദിൽ രാജ ചെയ്ത് സിംഗ് ആണ്. തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിൽ മരുതുപാണ്ഡ്യൻ, മലബാറിൽ പഴശ്ശിരാജ, കർണാടകയിൽ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയത് പഴശ്ശിരാജയാണ്. പഴശ്ശിയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞതാണ്. ഒളിപ്പോർ നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ച പടയാളികളാണ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. പഴശ്ശി കലാപസമയത്തെ മലബാർ സബ് കളക്ടറാണ് TH ബേബർ. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത് കൊണ്ട് കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. 1857 1ാം സ്വാതന്ത്ര്യ സമരം. കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമാണ് 1857 1ാം സ്വാതന്ത്ര്യ സമരം. 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർ കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടു രാജാക്കന്മാർ. 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പട്ടാളക്കാർക്ക് നൽകിയിരുന്ന പുതിയ എൻഫീൽഡ് തോക്കിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു. സിപ്പായിമാർക്കിടയിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ വ്യക്തി മംഗൾ പാണ്ഡെയാണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം മീററ്റ്. 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. കലാപകാരികൾ ഡൽഹിയിൽ ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തി ആയി പ്രഖ്യാപിച്ച വ്യക്തി ബഹദൂർ ഷാ രണ്ടാമനാണ്. 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലം റങ്കൂൺ ആണ്. ലഗ്ത നഹി ഹൈ ജി മേര എന്ന കവിത രചിച്ച വ്യക്തി ബഹദൂർ ഷാ സഫർ. 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാന സ്ഥലങ്ങളാണ് കാൺപൂർ, ലക്നൗ, അലഹാബാദ്, ഝാൻസി, ആര, ഫൈസാബാദ്. കലാപകാരികളും കേന്ദ്രങ്ങളും: കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പി, ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായ്, ലക്നൗവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ ഖൻവർ സിംഗ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണം 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരമാണ്. 1ാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. താങ്ക്